തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇന്നിപ്പോ വി.ഡി. സതീശന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. എങ്ങനെയാണ് കോൺഗ്രസ് വിജയപ്രതീക്ഷയിലാകുന്നതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ന്യൂനപക്ഷ വർഗീയ ഏകീകരണം നടത്തിയാണെന്ന് കൃത്യമായി പറയേണ്ടി വരും. എന്തുകൊണ്ടാണെന്നല്ലേ, ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ക്ലീൻ സ്വീപ്പ് ചെയ്യും എന്ന് പറയപ്പെടുന്ന 5 ജില്ലകളുണ്ട്. സതീശൻ തന്നെ നിങ്ങളോട് പറയട്ടെ. ഫൈറ്റ് നടന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ നമ്മുടെ എറണാകുളത്ത് നോക്കുകയാണെങ്കിൽ തൃപ്പൂണിത്തുറയാണെങ്കിലും കുന്നത്താടൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട്. അപ്പോൾ കുന്നത്താടാണ് ഏറ്റവും കൂടുതൽ പോളിംഗ്. ഇതൊക്കെ എങ്ങനെയായിരിക്കും അത് പ്രതികരിക്കുക എന്നാണ്? അല്ല, എറണാകുളം ജില്ലയിലും മലപ്പുറം ജില്ലയിലും പിന്നെ ഇടുക്കി, പത്തനംതിട്ട ഈ 4 ജില്ലകളിലും ഒരു ക്ലീൻ സ്വീപ്പ് UDF അനുകൂലമായി ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല. 4 ജില്ല എന്ന് വെച്ചാൽ 40 സീറ്റാണ്. 16, 14, 5, 5 40 സീറ്റിൽ ഒരു ക്ലീൻ സ്വീപ്പ് ഈ 4 ജില്ലയിൽ UDF അനുകൂലമായി. ഞാൻ ബാക്കി ജില്ലയിലൊന്നും ഞാനത് അവകാശപ്പെടുന്നില്ല. 4 ജില്ലയിലും ബാക്കി ജില്ലയിൽ പത്തനംതിട്ട അല്ല, വയനാട് ഉണ്ടാവും. 43 സീറ്റ്, 5 ജില്ലകളിൽ ക്ലീൻ സ്വീപ്പ് ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. 43 സീറ്റ് കേട്ടല്ലോ. 5 ജില്ലകൾ: മലപ്പുറം, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, വയനാട്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. 43 സീറ്റുകൾ എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു അസസ്മെന്റ്. ഇത് കേട്ടിട്ട് ഈ നാട്ടിൽ ജനാധിപത്യ ബോധത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യർക്ക് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? ആ തോന്നാത്തിടത്താണ് കേരളത്തിൽ വർഗീയ കാടിറക്കി ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലീഗിനെയും കാസ എന്ന സംഘടനയും മുൻനിർത്തിക്കൊണ്ട് UDF കളിച്ചു എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്നത്. ഈ ഒരു മറുപടി പറയുന്ന സന്ദർഭത്തിൽ സതീശന്റെ അടുത്തേക്ക് ഒരു ചോദ്യം വരുന്നുണ്ട്. എന്തുകൊണ്ട് ഈ 5 ജില്ലയിൽ മാത്രം? ആ ചോദ്യം വന്നുടനെ സതീശനൊന്ന് വിൽക്കുന്നുണ്ട്. ശ്രദ്ധിച്ചേ. അവിടെ അത്രയും നല്ല പൊളിറ്റിക്കലായിട്ടുള്ള ബേസും സോഷ്യൽ ഇതും പിന്നെ ഇലക്ഷൻ വർക്കും ഒക്കെ ഞങ്ങൾ നന്നായി നടത്തി. ഞങ്ങൾ ടാർഗറ്റ് ചെയ്താണ് ഈ 5 ജില്ല. ആദ്യം തന്നെ ഈ 5 ജില്ലയിൽ മുഴുവൻ സീറ്റും പിടിക്കണം എന്നുള്ളൊരു ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പോഴത്തെ പോളിംഗ് ശതമാനവും അവിടുത്തെ ഒരു വർക്കും എല്ലാം കൂടി അസസ് ചെയ്ത് ഈ 43 സീറ്റ് കിട്ടിയാലും എനിക്ക് അത്ഭുതം ഉണ്ടാവില്ല. കണ്ടോ, അത് പിന്നെ അവിടുത്തെ ഞങ്ങളുടെ ടാർഗറ്റ് ചെയ്തുള്ള പ്രവർത്തനം. അതെന്താ, ബാക്കി ജില്ലകളിൽ ടാർഗറ്റ് ചെയ്യണ്ടേ? മലപ്പുറത്ത് UDF എന്നുള്ള നിലയ്ക്കാണോ മുസ്ലിം ലീഗും ജമാഅത്ത് ഇസ്ലാമിയാണോ അവിടെ വർക്ക് ചെയ്തത്? മലപ്പുറത്തൊക്കെ എവിടെയാണ് കോൺഗ്രസിന് സംഘടനാ സംവിധാനം? അതും പോട്ടെ, വയനാട് എവിടെയാണ് കോൺഗ്രസിന് സംഘടനാ സംവിധാനമുള്ളത്? വയനാട് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി വന്ന് മത്സരിക്കുന്നത് കോൺഗ്രസ്സുകാരെ കണ്ടിട്ടാണോ? അല്ലല്ലോ. അവിടത്തെ ഒരു മതവിഭാഗത്തിന്റെ സേഫ് സോണാണ്. അത് ലീഗിന്റെ വളരെ സ്വാധീനമുള്ള ഇടമാണ്. അപ്പോൾ വയനാടും മലപ്പുറവും ക്ലീൻ സ്വീപ്പിന്റെ കാര്യം കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനമല്ല. അത് മുസ്ലിം ലീഗിന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും വർഗീയ കാടിറക്കി മതം പറഞ്ഞ് അവിടെ ജനങ്ങളെ ഭീതിപ്പെടുത്തി ആശങ്കപ്പെടുത്തി വോട്ട് കൺസോൾഡേറ്റ് ചെയ്യാൻ ഞങ്ങൾ പണിയെടുത്തു എന്നുള്ളതാണ്. ബാക്കി 3 ജില്ലകൾ: എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി. എന്താണ് ഈ 3 ജില്ലകളുടെ സവിശേഷത? അവിടെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയാണ്. ഈ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയിലെ ഇപ്പോഴത്തെ പ്രധാനമായിട്ടുള്ള സ്വാധീനക്കാർ കാസയാണ്, ഷാജൻ സ്കറിയയാണ്, വിനു വി ജോണാണ്, ജോസഫ് സി മാത്യു ആണ്. കോൺഗ്രസിന് വേണ്ടി പണിയെടുത്ത വർഗീയവാദികളായിട്ടുള്ള ക്രിസ്ത്യൻ സംഘടനകളും ക്രിസ്ത്യൻ മുഖങ്ങളും അവർ സതീശന് കൊടുത്തിരിക്കുന്ന ഉറപ്പാണ്. അവർ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് അവർ ഉള്ള മേഖലകളിലൂടെ അതേ പണിയെടുത്ത് തുടങ്ങിയിരുന്നവരാണ്. അവരെല്ലാം കൂടി ചേർന്ന് സഭയിലെ പിതാക്കന്മാരായിട്ടൊക്കെ നീക്കുപോക്കുണ്ടാക്കി സഭകളിലൂടെയും പള്ളികളിലൂടെയും ജനങ്ങളോട് നിങ്ങളുടെ സമുദായത്തിന് വോട്ട് ചെയ്യണം, കോൺഗ്രസിനല്ല, അവരവരുടെ സമുദായത്തിന്, അതായത് ക്രിസ്ത്യാനിക്ക് ഇവിടെ യോജിക്കാം, മുസ്ലിമിന് ഇവിടെ യോജിക്കാം, അതിൻ്റെ നേട്ടം UDFന്റെ പുറകിൽ നിന്നുകൊണ്ട് സതീശനെ പോലുള്ള ഒരു വർഗീയവാദിയായിട്ടുള്ള RSSന്റെ ശാഖ നിറങ്ങുന്ന വ്യക്തിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് വർഗീയ ഐക്യമുണ്ടാക്കാം. അതല്ലേ നടന്നിരിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ നാട്ടിൽ എങ്ങനെ BJP വളരാതിരിക്കും? ഇമാതിരി വർഗീയ പരിപാടികൾ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ UDFും അതിന്റെ പിന്നിൽ നിൽക്കുന്ന ലീഗും കാസ ഉൾപ്പെടെയുള്ള ക്രിസ്ത്യൻ സംഘടനകളും മുസ്ലിം സംഘടനകളും ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രാജ്യത്താകമാനം എങ്ങനെയാണോ കോൺഗ്രസ് ഭരിച്ചിടത്ത് ആ കോൺഗ്രസ്സുകാർ ഇന്നിപ്പോ BJPയിൽ ചേർന്നപ്പോൾ BJP വലിയ പാർട്ടിയും കോൺഗ്രസ് ശോഷിച്ചതെന്ന് ആലോചിച്ചാൽ മതി. ഇതുപോലുള്ള ചില പ്രീണനങ്ങൾ, ആ പ്രീണനങ്ങളും നഷ്ടപ്പെട്ടു പോയ 9 വർഷത്തിന്റെ പലതും കണക്കും കൂട്ടുപലിശ സഹിതവും തിരിച്ചു വാങ്ങി കൊടുക്കാൻ വേണ്ടിയുള്ള
പോരാട്ടമാണ് 5 ജില്ലകളിൽ നടത്തിയതെന്നും അതിന്റെ ആത്മവിശ്വാസമാണ് സതീശൻ പ്രകടിപ്പിക്കുന്നുവെന്ന് ബോധ്യപ്പെടുകയാണ്. ഇതിൽ നിന്ന് ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ സതീശൻ ഈ സ്ട്രാറ്റജിയിലാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വിജയം നടത്താൻ പരിശ്രമിച്ചിട്ടുള്ളതെങ്കിൽ അല്ലെങ്കിൽ നടപ്പാക്കിയെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ. സതീശന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ കേരളത്തിലെ അവസാനത്തെ തെരഞ്ഞെടുപ്പ് വിജയമായിരിക്കുമെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കോളും. ഇതോടുകൂടി കോൺഗ്രസ്സുകാരന്മാരും ലീഗന്മാരും ജമാഅത്ത് ഇസ്ലാമിക്കാരും പോരാത്തതിന് കാസ സംഘത്തിന് ഒരു കാലത്തും RSSനോട് വിയോജിപ്പുമില്ല, BJPയോട് ഐത്തവുമില്ല. അവരെല്ലാം കൂടി ചേർന്ന് താലത്തിൽ കൊണ്ടുവന്ന് ഈ സ്റ്റേറ്റിനെയും വരും കാലങ്ങളിൽ BJPയുടെ കാൽക്കീഴിൽ വയ്ക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഈ രീതിയിലാണ് തെരഞ്ഞെടുപ്പ് റിസൾട്ട് സംഭവിക്കുന്നതെങ്കിൽ വരും കാലത്തിൽ ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റമെന്ന് എഴുതി വെച്ചോളൂ.